ഞാൻ മാട്ടൂൽ ജോസ്, ഞാനാണ് ഇവിടെ കട്ടത്. പയ്യന്നൂർ ഒരു കോളേജ് ഉണ്ട്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണ്, ഫാക്കൽറ്റി മെമ്പേഴ്സും ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ സ്റ്റുഡൻസിന് കാണാൻ പണിയാണ്. അപ്പൊ എങ്ങനെയാണ് കാര്യം തുറന്ന് നോക്കിയാലോ? കമൺ ഫോളോ. പലതരത്തിലുള്ള കള്ളന്മാരുടെ കഥകൾ കേൾക്കാറുണ്ടെങ്കിലും കവർച്ചയ്ക്ക് പിന്നാലെ ഡയറിയിൽ കുറിപ്പെഴുതി വെച്ചിട്ട് പോകുന്ന മോഷ്ടാക്കൾ അധികമുണ്ടാകില്ല. സ്കൂളിൽ കയറി കോഴിമുട്ടയും പണവും കുട്ടികളുടെ സമ്പാദ്യ കുടുക്കകളും കവർന്ന കള്ളൻ മേശപ്പുറത്തിരുന്ന ഡയറിയിലാണ് ഞാൻ മാട്ടൂൽ ജോസ്, ഞാനാണ് ഇവിടെ കട്ടത് എന്ന കുറിപ്പെഴുതി വെച്ചത്. ചെറുകുന്ന് പള്ളിക്കരയിലെ ADLP സ്കൂളിലാണ് മോഷണം നടന്നത്. കുട്ടികൾക്ക് പാചകം ചെയ്തു നൽകാനായി കൊണ്ടുവന്ന 60 മുട്ടയിൽ നിന്നും 40 മുട്ട ഡയറിയിൽ സൂക്ഷിച്ച 1800 രൂപ, വിദ്യാർത്ഥികളുടെ 2 സമ്പാദ്യ കുടുക്ക എന്നിവയാണ് കള്ളൻ കൊണ്ടുപോയത്. സ്കൂളിൻ്റെ പിൻവശത്തെ ജനൽപ്പാളി കുത്തി തുറന്നാണ് കള്ളൻ ആദ്യം ക്ലാസ് റൂമിൻ്റെ അകത്തു കയറിയത്. ശേഷം ഓഫീസ് റൂമിൻ്റെ വാതിൽ കമ്പിപ്പാര കൊണ്ട് ഇളക്കിയാണ് റൂം തുറന്ന് മുട്ടയും പണവും 2 സമ്പാദ്യ കുടുക്കകളും മോഷ്ടിച്ചത്. മഴ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോഴാണ് മോഷണ വിവരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്കൂളിലെ പ്രധാനാധ്യാപിക PJ രേഖ JCയുടെ പരാതിയെ തുടർന്ന് കണ്ണപുരം പോലീസ് സ്കൂളിലെത്തി പരിശോധന നടത്തി. കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്കൂളിലെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്, അതുപോലെ സ്മാർട്ട് കുട്ടികളും. അതെ, ഞാനും അഭിഷാദ് ഗുരുവായൂരും കൂടെ ആളുടെ പുതിയ ബെൻസിൽ പോണത് പയ്യന്നൂരേക്കാണ്. ഇവിടെ പയ്യന്നൂർ ഒരു കോളേജ് ഉണ്ട്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണ്, ഫാക്കൽറ്റി മെമ്പേഴ്സും ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ സ്റ്റുഡൻസിന് കാണാൻ പണിയാണ്. അപ്പൊ എങ്ങനെയാണ് കാര്യം തുറന്ന് നോക്കിയാലോ? കമൺ ഫോളോ. കുട്ടിയേക്കുള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, പാരാമെഡിക്കൽ, മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്, ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. അധിക പേരും ഏവിയേഷൻ സ്വപ്നം കണ്ടത്. സിമ്പിളാണ് ക്ലാസ് ഒക്കെ, എല്ലാവരും നല്ല ഫ്രണ്ട്സ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാ. ഈ റാഗിങ് അതൊന്നും അങ്ങനെയില്ല. പൈലറ്റ് ഒഴികെ ബാക്കി എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്ലേസ്മെന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞത് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടേതാണ്.